ഇനി നമുക്കുണ്ടാകാവുന്ന ചില സംശയങ്ങളുണ്ട്. അതൊക്കെ ശരി തന്നെ. നബി കാര്യം പഠിപ്പിച്ചു, വിഷയങ്ങൾ പഠിപ്പിച്ചു, ഒക്കെ ശരി തന്നെയാണ്. എന്നാൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചതായി നിങ്ങൾക്ക് തെളിയിക്കാമോ? ഇതൊരു സംശയമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഏതെങ്കിലും ഒരു ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചതായി നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമോ? ഇതാണ് ചോദ്യം. ചോദ്യം കേൾക്കും ശരിയാണ്, അതേതായാലും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചിട്ടില്ല. എന്തേ കാരണം? അവിടുന്ന് അറബിയിലായിരുന്നു സഹാബത്തിനോട് മിമ്പറമെന്ന് ഇറങ്ങിയാലും വർത്താനം പറഞ്ഞിരുന്നത്. നബി മിമ്പറമെന്ന് ഇറങ്ങിയാലും മിമ്പറമ കയറുന്നതിന്റെ മുമ്പും നബി വർത്താനം പറഞ്ഞിരുന്നത് ഏത് ഭാഷയിൽ തന്നെയാണ്? അറബിയിൽ തന്നെയാണ്. അതുകൊണ്ട് അവിടുന്ന് അറബിയിൽ തന്നെ ഖുതുബ നിർവഹിച്ചു. പിന്നെന്താ നമ്മളെ മനസ്സിലാക്കേണ്ടത്? ഇതേ ചോദിക്കുന്ന സഹോദരന്മാരോട് നമുക്കും വിനയത്തോടുകൂടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയല്ലാത്ത ഭാഷയിൽ നടത്തിയ ഏതെങ്കിലും ഖുതുബയുണ്ടോ എന്ന് ചോദിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം, ഖുതുബന്റെ ഉദ്ദേശം എന്താ? വഅളാണ്, ജനങ്ങൾക്ക് കാര്യം പഠിപ്പിക്കലാണ്. എന്തായാലും തെളിവ്? നബി നടത്തിയ ഖുതുബയിൽ നിന്ന് ഉദാഹരണം നമ്മൾ കേട്ടു. സിദ്ദീഖുൽ അക്ബറിന്റെ ഖുതുബയുടെ ഉദാഹരണം കേട്ടു. ഉമറുൽ ഫാറൂഖിന്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെയും അലി ഇബ്നു അബീ താലിബിന്റെയും റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ ഖുതുബകളുടെ സാമ്പിളുകൾ ഞാൻ കേൾപ്പിച്ചു നിങ്ങളെ. അപ്പൊ കാര്യം പഠിപ്പിക്കലായിരുന്നു അവരുടെയൊക്കെ ഖുതുബ. എങ്കിൽ നമുക്കൊന്ന് തിരിച്ചു ചോദിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഏതെങ്കിലും ഒരു ഖുതുബ അവിടെ കൂടിയ ശ്രോതാക്കൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഉണ്ടായിരുന്നോ? അങ്ങോട്ടും ചോദിക്കാമല്ലോ. നബി അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് ചോദിക്കാം. നബി നടത്തിയ ഏതെങ്കിലും ഒരു ഖുതുബ ആ പള്ളിയിൽ കൂടിയ ജനങ്ങൾക്ക് മനസ്സിലാകാത്തതായിട്ടുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ സാധിക്കുമോ? അപ്പൊ സാധിക്കൂല. അങ്ങനെ ചോദ്യങ്ങൾ കൊണ്ട് കാര്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഭാഷ ഏത് എന്ന് കൃത്യമായിട്ട് നമ്മളോട് അതേ രൂപത്തിൽ തന്നെ നിർവഹിക്കാൻ പാടുള്ളൂ എന്ന് അവിടുന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. അത് തന്നെയും നമുക്കുണ്ടാകുന്ന വേറൊരു സംശയമുണ്ട്. അതെന്താ? ചില ആൾക്കാർ പറയും നബിക്ക് എല്ലാ ഭാഷയും അറിയായിരുന്നല്ലോ, നബിക്ക് എല്ലാ ഭാഷയും അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് അറബിയിൽ തന്നെ നടത്തി എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നബിക്ക് എല്ലാ ഭാഷയും അറിയോ അറിയില്ലേ എന്നുള്ളതൊരു വേറെ വിഷയമാണ്. ഇനി അറിയുന്ന വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും അത് ഖുതുബ പരിഭാഷ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ തെളിവാണ്. എന്താ കാരണം? അറബി അല്ലാത്ത എല്ലാ ഭാഷയും അറിയാമായിരുന്നിട്ടും പിന്നെയും എന്തേ നബി അറബി തന്നെ ഖുതുബ നടത്താൻ കാരണം? ജനങ്ങൾക്ക് മനസ്സിലാവണം. നബിക്ക് ഇവരുടെ ഭാഷ അറിഞ്ഞിട്ട് കാര്യമില്ല, അവിടെ കൂടുന്ന സ്വഹാബത്തിന് മനസ്സിലാകുന്ന ഭാഷ തന്നെ ആവണം എന്ന നിലയ്ക്ക് അവിടുന്ന് അറബി ഭാഷയിൽ തന്നെ ഖുതുബ നിർവഹിച്ചു. പിന്നെ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, അല്ലാഹുവിന്റെ റസൂല് ബാങ്ക് നടത്തിയത് അറബിയിലാണ്, നിസ്കരിച്ചതും അറബിയിലാണ്, എങ്കിൽ നിങ്ങളെന്താ ബാങ്ക് അറബിയിലാക്കാത്ത മലയാളത്തിലാക്കാത്ത, നിസ്കാരം എന്താ മലയാളത്തിലാക്കാത്ത എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിസ്കാരവും ബാങ്കും ഖുതുബയും ഒരേപോലെയല്ല. ബാങ്കും നിസ്കാരവും ഖുതുബയൊന്നും ഒരേപോലെയല്ല. ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്? എന്താ ഇതിന്റെ പേരെന്നെ? അദാൻ എന്നാണ്. അദാൻ എന്ന് പറഞ്ഞാൽ എന്താ? അറിയിപ്പ്. നിസ്കാരത്തിന് സമയമായി എന്ന് അറിയിക്കാനുള്ളൊരു കാര്യമാണ് ബാങ്ക്. അത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഹയ്യാൽ അസ്സലാ ഹയ്യാൽ ഫലാ എന്ന് കേട്ടാൽ ഏത് പാടത്ത് പണിയിരിക്കണം മാപ്പിള വേണ്ട, ചർമ്മം വരെ പറയാം പള്ളിക്കൊന്ന് ലോഹർബാങ്ക് കൊടുത്ത് നമുക്ക് കയറുക എന്ന് പറഞ്ഞാൽ സമയമായിട്ടുണ്ട്, നിസ്കാരത്തിന്റെ സമയമായിട്ടുള്ള അറിയിപ്പ് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയണമെന്നില്ല, അതിന്റെ അർത്ഥം പഠിക്കണമെന്നില്ല. ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കരിക്കാൻ സമയമായിട്ടുള്ള അറിയിപ്പാണ്. തന്നെയുമല്ല, നബി നടത്തിയ അതേ ബാങ്ക് നമ്മുടെ കയ്യിലുണ്ട്. കൃത്യമായി നബി നിർവഹിച്ച അതേ ബാങ്ക് നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ നബി നടത്തിയ അതേ ഒരു ഖുതുബ ഏതെങ്കിലും ഒരു ഖുതുബ നമ്മുടെ കയ്യിലുണ്ടോ? കൃത്യമായി ബാങ്ക് വിളിക്കുന്നത് പോലെ ഖുതുബയും അറബിയിൽ തന്നെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നിർവഹിക്കേണ്ടുന്നൊരു ഇബാദത്തായിരുന്നുവെങ്കിൽ ബാങ്ക് പഠിപ്പിച്ചിരുന്ന പ്രവാചകന്റെ ഏതെങ്കിലും ഒരു ഖുതുബ നബി ഇന്ന വെള്ളിയാഴ്ച ഇന്നത് മുതൽ ഇന്നത് വരെ കൃത്യമായി ഇത് പറഞ്ഞു എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയ ഒരൊറ്റ ഖുതുബയില്ല. ഖുതുബകളിലെ ചില സംഭവങ്ങൾ പറഞ്ഞു എന്നല്ലാതെ പദങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇനി നിങ്ങൾ നോക്ക്, നിസ്കാരം തിരുള്ളതാണ്. നിസ്കാരത്തിൽ പറയുന്ന ഒക്കെ തിരിഞ്ഞോളണമെന്നുണ്ടോ? എല്ലാം നമുക്ക് തിരിഞ്ഞോളന്നില്ല. എന്താ കാരണം? നിസ്കാരം അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ്. നമുക്ക് തിരിയുന്നത് പടച്ചോന് തിരിയും. അള്ളാഹുവിനോടാണ് നമ്മൾ സംഭാഷണം നടത്തുന്നത്. നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ റബ്ബിനോട് കൂടിയാലോചന നടത്തുകയാണ്, റബ്ബിനോട് രഹസ്യ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും ഉപദേശത്തിന്റെ പ്രശ്നമല്ല. പിന്നെ ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാം, വെള്ളിയാഴ്ച ഖുതുബയും നിസ്കാരം ഒരേപോലെയല്ല. എന്താ കാരണം? നിസ്കരിക്കുമ്പോ ഇമാമൊക്കെ ഖിബലയുടെ നേരെ തിരിഞ്ഞിക്കല്, ഇമ്പറമ കഴിഞ്ഞാലോ എല്ലാ ആൾക്കാരും ഇമാമിന്റെ മുഖത്ത് നോക്കും, ഇമാമ് ജനങ്ങളെ മുഖത്ത് നോക്കും. അതിൽ തന്നെ മനസ്സിലാക്കിക്കൂടെ ഇത് ജനങ്ങളോട് എന്തോ കാര്യം പറയാനുള്ളതാണ്? ഏത് കൊച്ചു ബുദ്ധിക്കും മനസ്സിലാവില്ലേ? ഇമാമ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മേറാബിന്റെ ഖിബലക്ക് തിരിഞ്ഞു,
അതേ മനുഷ്യൻ തന്നെ ഖുതുബക്ക് കയറുമ്പോൾ മിമ്പറമ കയറിയിട്ട് നേരെ ഇങ്ങോട്ട് കിഴക്കോട്ടാ തിരിയേണ്ടത്. എന്താ അത് കാരണം? എന്താണിത് കാരണം? അത് ജനങ്ങളെ പഠിപ്പിക്കാനുള്ളതാണ്, ജനങ്ങളെ മനസ്സിലാക്കാനുള്ളതാണ്. അപ്പൊ ബാങ്ക് അതേപോലെ തന്നെ നിർവഹിച്ചുകൂടെ, അല്ലെങ്കിൽ മലയാളത്തിലാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് സാധാരണ. അത് ആളുകൾക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വേറൊരു വിഷയം, വേറെ ചില ആൾക്കാർ പറയുന്നുണ്ട്, എന്നാ സ്വഹാബത്ത് പല രാജ്യങ്ങളിലേക്കും പോയിട്ടുണ്ടല്ലോ, നബിക്ക് ശേഷം സ്വഹാബത്ത് പല നാടുകളിലേക്കും പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോയിട്ട് അവർ ഇതര ഭാഷകൾ സംസാരിക്കുന്ന നാടുകളിൽ പോയിട്ടും അറബിയിൽ തന്നെയാണല്ലോ ഖുതുബ നിർവഹിച്ചിട്ടുള്ളത്. എന്തേ അവർ അവിടുത്തെ ഭാഷയിൽ നിർവഹിക്കാഞ്ഞത്? അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഈ സ്വഹാബാക്കളൊക്കെ നാടുകളിൽ പോയപ്പോ അവരൊക്കെ ഈ വെള്ളിയാഴ്ച ഖുതുബ അല്ലാത്ത സമയത്തും വർത്താനം പറഞ്ഞിട്ടുണ്ടാവുന്ന ഉറപ്പാണ്. അവരാരും ഊമകളായിരുന്നില്ലല്ലോ, സംസാരിച്ചിട്ടുണ്ടാവും, നാട്ടുകാരോട് വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവും, അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടാകും, ഇസ്ലാമിക പ്രബോധനം വഴങ്ങുന്ന ഖുതുബ എല്ലാത്തരം നടത്തിയിട്ടുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ മറുനാടുകളിലേക്ക് പോയിട്ടുള്ള സ്വഹാബത്ത് വെള്ളിയാഴ്ച ജുമാ ഖുതുബ അല്ലാത്ത വർത്തമാനങ്ങളൊക്കെ അവർക്കറിയാവുന്ന ഭാഷയിലും, എന്നിട്ട് ഖുതുബ മാത്രം അറബി തന്നെ എന്ന നിലക്ക് അറബിയിൽ നിർവഹിച്ചതായി ഏതെങ്കിലും കിതാബിലുണ്ടോ? ഇന്നേ വരെ ഒരാളെ കൊണ്ട് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അത് അങ്ങനെ ഒരു ഏർപ്പാടില്ല. എല്ലാവരും മനസ്സിലാക്കിയത് എന്താണ്? ഖുതുബ അത് ജനങ്ങൾക്ക് ഗ്രാഹ്യമാകുന്ന ഭാഷ, തിരിയുന്ന ഭാഷ. ചിത്രീ ഭാഷയല്ലല്ലോ, കളിയാക്കാറുണ്ട് ആളുകൾ. എന്ത് ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ ഖുതുബ നിർവഹിക്കണം എന്ന് ചില പണ്ഡിതന്മാർ കേരളത്തിലും പല സ്ഥലങ്ങളിലും പറഞ്ഞപ്പോ മറുവശത്തുള്ള ചില ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി. തിരിയുന്ന ഭാഷയെ, അതെന്താ തിരിയുന്ന ഭാഷ? അത് ബാർബർ ഷാപ്പിലല്ലേ തിരിയുന്നത് എന്ന് പറഞ്ഞിട്ട് കളിയാക്കാൻ തുടങ്ങി. സത്യത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ എന്നല്ലോ. മലയാളത്തിലാവണം നമുക്ക് ഭാഷയില്ല. ഏത് ഭാഷക്കാരാണ് ബഹുഭൂരിപക്ഷമെങ്കിൽ അവർക്കുള്ള ഖുതുബയായിരിക്കണം. ഈ വിഷയത്തിൽ നമ്മുടെ കേരളക്കരയിൽ തന്നെ 1947 വരെയും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം നമ്മൾ. 1947 വരെയും കേരളത്തിലും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നബി നടത്തിയ അതേപോലെ തന്നെ നമ്മളും ഖുതുബ ഓതണം, നബി നടത്തിയ അതേപോലെ തന്നെ ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാർ ഓതണ ഖുതുബ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും മരണത്തിന് ശേഷം എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം ജീവിച്ച് മരിച്ചുപോയ ഈജിപ്തിലെ ഒരു പണ്ഡിതന്റെ പേരാണ് ഇബ്നുൻ നബാത്തത്തിൽ മിസ്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ അക്കാലത്ത് ജനങ്ങളോട് നടത്തിയ ഖുതുബുണ്ട്. ആ ഖുതുബ ഒരു കിതാബിലാക്കി. അതാണ് നബാത്തി ഖുതുബ എന്നുള്ള പേരിൽ എന്നറിയപ്പെടുന്നത്. നമ്മുടെ കേരളക്കരയിലെ പള്ളികളിലൊക്കെ ജുമാന്റെ സമയമാകുന്നതിന്റെ ഒരു 10-15 മിനിറ്റ് പള്ളിയിലെ ഖതീബ് വരും. എന്നിട്ട് അദ്ദേഹം സുന്നത്തുസ്കാരം കഴിഞ്ഞാൽ ഒരു ബുക്ക് എടുക്കുന്നതാണ്. അങ്ങ് ഒരു ബുക്ക് എടുത്തിട്ട് അതിലിങ്ങനെ നോക്കിയിട്ട് അടയാളം വെക്കും. അപ്പൊ അതിലെന്താ? പണ്ട് ഈജിപ്തിലൊരു മനുഷ്യൻ നടത്തിയ ഖുതുബ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അത് നോക്കി അങ്ങനെ വായിക്കണം. അബദ്ധവും പറയും. എത്രത്തോളം അബദ്ധങ്ങൾ ഇങ്ങനെ പറയും. ഹജ്ജ് ഇന്നലെ കഴിഞ്ഞുപോയി എന്ന് വിചാരിക്കുക. ഹജ്ജ് ഇന്നലെ കഴിഞ്ഞുപോയി, എന്നാ അന്ന് വെള്ളിയാഴ്ച ആണെങ്കിലും ഖതീബ് ഇങ്ങനെ വായിക്കും, നാളെ ഇതാ നിങ്ങളുടെ സഹോദരന്മാര് അറഫാത്തിൽ ഒരുമിച്ച് കൂടുകയാണ്. എവിടെ? ഇത് കഴിഞ്ഞ് 2 ദിവസം. അപ്പൊ ഇബ്നുൻ നബാത്തത്തിൽ മിസ്രി അന്ന് അയാളുടെ നാട്ടിൽ ഖുതുബ നടത്തുമ്പോൾ നാളെയാണ് അറഫയിൽ കൂടുന്നത്. ആ സാഹചര്യത്തിലാണ് അമ്മൻ സനദ് പറഞ്ഞത്, നാളെ നിങ്ങളുടെ സഹോദരന്മാരെ അറഫാത്തിൽ ഒരുമിച്ച് കൂടുന്നു എന്ന് ദുൽഹജ്ജ് 8 അവിടെ നടത്തിയ പ്രസംഗം. അതവിടെ ദുൽഹജ്ജ് 11, 13 വെള്ളിയാഴ്ച ആയാലും നമ്മളെ ഖതീബ് എന്ന് വെച്ചിട്ട് അതെന്നെ വായിക്കും. ഇത് വായിക്കണമെന്നും അറിയില്ല, അത് കേൾക്കണമെന്നും അറിയില്ല. അതെന്നെ വലിയ രസമാണ്. ഏതെങ്കിലും ഒരു വളവം പോയിട്ട് ഒരാഴ്ച ഓതേണ്ട ഖുതുബയുടെ ഏടാൻ കീറിയിട്ടുണ്ടെങ്കിലോ, എന്നാ അന്ന് ഖുതുബയുണ്ടാവില്ല. അത് ഉറപ്പാണ്. അതൊരു വിഭാഗത്തെ പരിഹസിക്കാൻ വേണ്ടി പറയുന്നതല്ല. കാരണം അതിലാ നോക്കിയിട്ട് അതിലെഴുതി വെച്ചത് അങ്ങോട്ട് ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഈശയോ മണിയനോ ഏതെങ്കിലും ഹായിന്റെ മുകളിൽ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഖാനും കൂടി ഉച്ചരിക്കുകയും ചെയ്യും. ആ രൂപത്തിൽ വള്ളി തെറ്റാതെ അങ്ങോട്ട് ഖുതുബ നിർവഹിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം ഗൗരവതരമായ വിഷയമാണ് അതിലൊക്കെ പറയുന്നത്. പക്ഷേ കാലോചിതാവൂല എന്ന് മാത്രം. ചിലപ്പോ കാര്യമൊക്കെ കഴിഞ്ഞിട്ടാ പറയാ. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം കേൾക്കണം. ഇന്നും കേൾക്കാവുന്ന ഒരു രസകരമായ അനുഭവമുണ്ട്. നിങ്ങളൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ ഖുതുബ നടക്കുന്ന പള്ളികളിൽ കൂടാൻ സൗകര്യം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച ചെറിയ പെരുന്നാളിന്റെ ഖുതുബ എന്ന് കേട്ടുകൊണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച ചെറിയ പെരുന്നാളിൽ നടത്തുന്ന ഖുതുബ കിതാബിന്റെ ഏടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ചൊവ്വാലിലെ 1-ാം ഖുതുബ, 2-ാം ഖുതുബ, 3-ാം ഖുതുബ, 4-ാം ഖുതുബ എന്നിങ്ങനെ നിലയിൽ കാണാം. ഖുതുബത്ത് ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാളിന്റെ ഖുതുബ. ചെറിയ പെരുന്നാളിന്റെ ഖുതുബ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഖുതുബ, ഉറപ്പാ. മറ്റേത് നേരെ മറിച്ചാ ഖുതുബ കഴിഞ്ഞിട്ടാണ് നിസ്കാരം. അന്ന് വേറൊരു പ്രത്യേകത ഉള്ളത് എല്ലാവർക്കും അറിയാം. ചെറിയ പെരുന്നാളിന്റെ ഒരു പ്രത്യേകമായ ഇബാദത്താണ് ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്നുള്ളത്, അല്ലേ? എപ്പോഴാ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്ദാഹാ ഖബ്ല സ്വലാത്തി ഫഹിയ സകാത്തുൻ മഖ്ബൂല
വമൻ അദ്ദാഹ ബഅദ الصلاة فهي صدقة من الصدقات. ആരെങ്കിലും ഈ ഫിത്ർ സക്കാത്ത് നിസ്കരിക്കാൻ വരുന്നതിന്റെ മുമ്പേ കൊടുത്തു വിട്ടിയാൽ അത് ശരിയായ ഫിത്ർ സക്കാത്തായി. അല്ല, നിസ്കാരത്തിന് ശേഷമാണ് ഒരാൾ കൊടുക്കുന്നതെങ്കിൽ അത് ഫിത്ർ സക്കാത്ത് അല്ല തന്നെ, വെറും കേവലം ഒരു സദഖ മാത്രമേ ആവുള്ളൂ, ഫിത്ർ സക്കാത്ത് വിടൂല എന്ന് പറഞ്ഞു. എന്നിട്ടോ നമ്മളെ പള്ളികളിൽ അറബിയിൽ ഖുത്ബ നടത്തുന്നിടത്ത് ഇതിനെപ്പറ്റി എപ്പോഴാ ജനങ്ങളോട് പറയുന്നത്? ചെറിയ പെരുന്നാളിന്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഖതീബ് മിമ്പറമ കയറിയിട്ട് ഇങ്ങനെ പറയാണ്. എന്താ പറയുന്നത്? അഖ്രിജൂ ഇലൽ ഫുഖറാഇ വൽ മസാകീൻ മാ ഉമിർതും ബിഇഖ്റാജിഹി മിൻ സദഖത്തിൽ ഫിത്രി അൻ അൻഫുസികും വഅമ്മൻ തഊലൂന മിൻ ഗാലിബി ഖൂത്തിൽ ബലദി അല്ലദീ തസ്കുനൂന ഫീഹി സഗീരിൻ വകബീരിൻ വദകരിൻ വഉൻസാ വഹുരിൻ വഅബ്ദിൻ അൻ കുല്ലി വാഹിദിൻ മിൻകും സാഅൻ മിനൽ ബിർരി ഔ സാഅൻ മിനൽ തംർ أو صاع من الشعير أو صاع من الزبيب أو صاع من اللقط أو صاع من الأرز أو صاع من نقطيات أي الطعام. ഇങ്ങനെ രീതിയിൽ ഇങ്ങനെ കേൾക്കാം. വെള്ളിയാഴ്ച കേൾക്കുന്ന അതേ ശൈലിയിൽ ഞാൻ കേൾപ്പിച്ചു മാത്രമേ ഉള്ളൂ. എന്താ അതിൽ പറയുന്നത്? അഖ്രിജൂ ഇലൽ ഫുഖറാഇ വൽ മസാകീൻ, അല്ലയോ ജനങ്ങളെ, ഫഖീർമാർക്കും മിസ്കീൻമാർക്കും നിങ്ങൾ കൊടുക്കണം. മാ ഉമിർതും ബിഇഖ്റാജിഹി മിൻ സദഖത്തിൽ ഫിത്ർ, ഫിത്ർ സക്കാത്തിൽ നിന്ന് കണ്ട വേറെ സദഖ എന്നല്ല, ഫിത്ർ സക്കാത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളോട് നിർബന്ധമായി കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കൊടുത്തു വിട്ടണേ. അൻ അൻഫുസികും, നിങ്ങളുടേതും കൊടുക്കണം. വഅമ്മൻ തഊലൂന, നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളുടെയും കൊടുക്കണം. മിൻ ഗാലിബി ഖൂത്തിൽ ബലദിൽ ലദീ തസ്കുനൂന ഫീഹി, നിങ്ങൾ താമസിക്കുന്ന നാട്ടിലെ മുഖ്യാഹാരം ഏതാണെങ്കിൽ അതിൽ നിന്ന് കൊടുക്കണേ. സഗീരിൻ വകബീരിൻ വദകരിൻ വഉൻസാ വഹുരിൻ വഅബ്ദ്, കുട്ടിക്കും വലിയവനും ആണിനും പെണ്ണിനും സ്വതന്ത്രനും അടിമക്കുമെല്ലാം കൊടുക്കണം. അൻ കുല്ലി വാഹിദിൻ മിൻകും, നിങ്ങളിൽ ഓരോരുത്തർക്കും സാഅൻ മിനൽ ബുർരി, ഗോതമ്പിൽ നിന്ന് ഒരു സാൾ, ഔ സാഅൻ മിനൽ തംരി, അല്ലെങ്കിൽ കാരക്കയിൽ നിന്നൊരു സാൾ, ഔ സാഅൻ മിനൽ ശഈർ, അല്ലെങ്കിൽ ബാർലിയിൽ നിന്നൊരു സാൾ, ഔ സാഅൻ മിനൽ സബീബ്, അല്ലെങ്കിൽ മുന്തിരിയിൽ നിന്നൊരു സാൾ, ഔ സാഅൻ മിനൽ ലഖത്തി, അല്ലെങ്കിൽ പാൽക്കട്ടിയിൽ നിന്നൊരു സാൾ, ഔ സാഅൻ മിനൽ അർസി, അല്ലെങ്കിൽ അരിയിൽ നിന്നൊരു സാൾ, ഔ സാഅൻ മിൻ നിഖ്തിയാതി അയ്യി തആം, നിങ്ങളുടെ നാട്ടിലെ മുഖ്യാഹാരം ഏതാണെങ്കിൽ അതിൽ നിന്നൊരു സാഴ് കൊടുക്കണം. ആൾക്കാർ ഇങ്ങനെ കേട്ടിരിക്കുക. വല്ലാത്തൊരു കുത്തുബനായിട്ടൊന്നത്തെ കുത്തുബ. എന്തേ മെച്ചം? നല്ല കൂട്ട, നല്ല ഒച്ച. എന്തേ കേട്ടത്? നിസ്കാരം കഴിഞ്ഞു, ഫിത്ർ സക്കാത്ത് എല്ലാവരും കൊടുത്തു പോന്ന് കയ്യും തട്ടി വന്ന് നിസ്കാരവും കഴിഞ്ഞ് കുത്തുബ കേൾക്കണം. അപ്പളാ പറയണേ ജനങ്ങളെ കൊടുക്കണേ. ഇതാണ് പണ്ടെന്നാ ഈരച്ചിട്ടുള്ള. ഇത് ഇവിടെ ഇങ്ങനെ വായിക്കണം. ആരും സന്ദർഭമൊന്നും നോക്കുന്നില്ല. എന്താ ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു പള്ളിയിലെ ഖുത്ബ? ഉഗ്രൻ. എന്തേ? പുതിയ മൊയ്യര, നല്ല കൂറ്റ, നല്ല ഒച്ചയാണ്. വേറെന്തേ കിട്ടി സഹോദരന്മാർ? ആലോചിച്ചു. എന്ത് കഷ്ടമാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ജനങ്ങൾക്കൊക്കെ ഈ വെള്ളിയാഴ്ച ഇവിടെ വരൽ നിർബന്ധാക്കിയത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥി അവന്റെ പഠനം അവസാനിപ്പിക്കണം. അധ്യാപകൻ അവന്റെ അധ്യാപന വൃത്തി അവസാനിപ്പിക്കണം. കച്ചവടക്കാരൻ അവന്റെ കച്ചവടം നിർത്തിവെക്കണം. കൃഷിക്കാരൻ അവന്റെ കൃഷി നിർത്തിവെക്കണം. ആഴ്ചയിലൊരിക്കൽ എല്ലാവരും നിർബന്ധമായിട്ടും പള്ളിയിൽ വരണം. എന്തിനാ അത് പറഞ്ഞത്? എല്ലാവർക്കും കോളേജിൽ പോയി പഠിക്കാൻ പറ്റുമോ? എല്ലാവർക്കും മദ്രസയിൽ പോയി പഠിക്കാൻ പറ്റുമോ? എല്ലാവർക്കും കലാശാലകളിൽ പോയി കൃത്യമായി മതവിദ്യാഭ്യാസം പഠിക്കാൻ കഴിഞ്ഞോളുന്നുണ്ടോ? ഇവിടെ ലോകത്ത് കൃഷിക്കാർ വേണ്ടേ? കച്ചവടക്കാർ വേണ്ടേ? ബിസിനസ്സുകാർ വേണ്ടേ? എല്ലാവരും വേണം. അതിന് ഇസ്ലാം കണ്ട വഴിയാണ്. നിർബന്ധമായിട്ടും ആ നാട്ടിലെ മഹലിലെ പള്ളിയിൽ അവിടെയുള്ള എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടണം. എന്നിട്ട് അവിടെ വെച്ച് ഖതീബ് ആവശ്യമുള്ളത് പഠിപ്പിക്കണം. അതിനുള്ളതാണ് വെള്ളിയാഴ്ച ഖുത്ബ. നമ്മളവിടെ എല്ലാം കൃത്രിമത്വം കാണിക്കണം. അവർക്ക് കൃത്രിമത്വം കാണിക്കാം. ആ സലാം പറയണേന്ന് നോക്കിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കയറിയിട്ട് സലാം പറയണേന്ന് എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതേമാതിരി ജനങ്ങളാണ് മടക്കി അങ്ങനെ ഉണ്ടാവും. പള്ളിയിൽ ഭയങ്കര ബഹളായിരിക്കും അല്ലേ? എല്ലാം കൃത്രിമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക്, സ്വഹാബാക്കിറാമും നബിയുമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ, അവരുടേതായ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനാണ് വെള്ളിയാഴ്ച ഖുത്ബ ഉപയോഗപ്പെടുത്തിയിരുന്നത്. അതാണ് നമ്മൾ ചെയ്യേണ്ടതും. ഇന്ന് നമ്മൾ എന്നിട്ട് ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം എടുത്തിട്ട് അങ്ങനെ വായിക്കാം എന്ന് ആർക്കെങ്കിലും അറിയോ? കിതാബുകൾ, ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഇപ്പൊ നമ്മളെ നാട്ടില് കേരളത്തിൽ ഷാഫി മദ്ഹബുകാരാണ് ബഹുഭൂരിപക്ഷ ആൾക്കാർ. അവരംഗീകരിക്കുന്ന ഷാഫി ഫിഖ്ഹുകളിൽ തന്നെ കാണാൻ സാധിക്കും ഖുത്ബനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഖുത്ബ എന്താവണം? ബലീഗത്തൻ, നല്ല സാഹിത്യ സമ്പുഷ്ടമായ ഖുത്ബയാവണം എന്നാണ്. മഫ്ഹൂമത്തൻ ഖരീബത്തൽ ഫഹ്മി, ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന പദങ്ങളെ പ്രയോഗിക്കാവൂ. ആർക്കും മനസ്സിലാകാത്ത വാക്യങ്ങളൊന്നും പ്രയോഗിക്കരുത്. ഇതുപോലെ അമ്മയെ കുക്കുടം ധാന്യം ഭുജിക്കുന്നു എന്ന് പറയരുത്, നെല്ല് കോഴി തിന്നുന്നുണ്ട് എന്ന് പറയണം. അതേമാതിരത്തെ പദങ്ങളെ പറയാവൂ. എല്ലാവർക്കും കേൾക്കാൻ മനസ്സിലാവണം. കുക്കുടം ധാന്യം ഭുജിക്കുന്നു,
കോഴി നെല്ലുന്നുണ്ട് എന്നർത്ഥം. കുക്കുടം കോഴി ഇതൊക്കെ എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല. അപ്പൊ ഖത്തീബ് ജനങ്ങളോട് പ്രസംഗിക്കുമ്പോൾ അതിലെ ഏറ്റവും താഴേക്കിടയിലുള്ള നിലവാരമുള്ള ആൾക്കാരെയും കൂടി പരിഗണിക്കണം ഖുതുബ നടത്തുമ്പോ. എല്ലാവർക്കും മനസ്സിലാകുന്ന പദങ്ങളെ പ്രയോഗിക്കാവൂ എന്ന് വരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. നമുക്കിപ്പോ ഏത് പദമായാലും എന്താ നമ്മളിപ്പോ ഈ മോഡലുള്ള അറബി ഖുതുബയാവുമ്പോ നാട്ടിൽ നിന്ന് ഇത് വായിക്കുമ്പോ നമുക്കിപ്പോ ഏത് ഖുതുബയായിരുന്നാലും നമുക്ക് സമാനം. ഏത് പദം പ്രയോഗിച്ചു നമുക്കിപ്പോ അതിന്റെ വ്യത്യാസം മനസ്സിലാവുണ്ടോ? വളരെ ഡിക്ഷണറി ഒന്നും തെരഞ്ഞാൽ കിട്ടാത്തൊരു വാക്ക് ഖതീബ് പറഞ്ഞു. ഏത് കുട്ടിക്കും മനസ്സിലാകണം അത് നോക്കിയാൽ കിട്ടാവുന്നൊരു വാക്കും പറഞ്ഞു. രണ്ടും നമുക്ക് സമാനം. കേൾക്കണതൊക്കെ ഒച്ച, വെറും ഒച്ച, അതിൽ കവിഞ്ഞ് വേറൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഖുതുബ എന്താവണം എന്നാ പണ്ഡിതന്മാർ പറഞ്ഞത്? അത് ജനങ്ങൾക്ക് മനസ്സിലാകണം. മനസ്സിലാകാത്ത പദപ്രയോഗങ്ങൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ നോക്കൂ, ഇത് ഞാനിപ്പോ ഈ പറഞ്ഞ ഈ വിഷയം ഉണ്ടല്ലോ, ഇത് സാഫി ഫിഖ്ഹിൽ അറിയപ്പെടുന്ന കിതാബുകളാണ് മഹല്ലി, കിതാബുൽ മഹല്ലി. ജലാലുദ്ദീനുൽ മഹല്ലി എഴുതിയിട്ടുള്ള കിതാബാണ് മഹല്ലി. പള്ളിദർസിലെ പഠിപ്പിക്കുന്ന കിതാബാണ്. ബുദൈരിനി, ശർഹുൽ മുഹദ്ദബ്, തുഹ്ഫ, നിഹായ, ഇവയിലൊക്കെ ഈ കാര്യം പറയുന്നു. ഇനി ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? ഖുതുബനെ പറ്റി എന്താ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ നബിന്റെ സ്വഹാബത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? ഖുതുബ മുഴുക്കെ അറബിയിലാവണമെന്ന് ഒരൊറ്റ ശാഫി മദ്ഹബിലെ പണ്ഡിതരും പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. ഖുതുബ മുഴുക്കെ അറബിയിലാവണമെന്ന് ശാഫി ഫിഖ്ഹിൽ എവിടെയും കാണാൻ സാധ്യമല്ല. പിന്നെന്താ അവർ പറഞ്ഞത്? വയഷ്തറത്തു കൗനുഹാ, ഖുതുബ അറബിയിലായിരിക്കൽ ഷർത്താണ്. ഖുതുബ അറബിയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഐ അൽ അർക്കാനു ദൂനമാ അദാഹാ, ഖുതുബയിലെ റുക്നുകൾ മാത്രമേ അറബിയത്ത് ഷർത്തുള്ളൂ. പറഞ്ഞാൽ ഖുതുബയിൽ അറബിയിൽ മാത്രം പറയൽ നിർബന്ധമുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ അറബിയിൽ തന്നെ പറയണമെന്ന് ഷാഫി മദ്ഹബ് വരെ പറയുള്ളൂ. അതെന്താ? ഖുതുബത്ത് കുറെ നിർബന്ധ കാര്യങ്ങളുണ്ട്. 5 കാര്യങ്ങളാണ് ഷാഫി മദ്ഹബിൽ എണ്ണിയത്. ആ 5 അറബിയിലായാൽ മതി, ബാക്കിയുള്ളത് ഏത് ഭാഷയിലായാലും പ്രശ്നമില്ലാണ്. ഏതാണ് 5? ഒന്ന്, അൽഹംദുലില്ലാഹ്, ഹംദ് ചെയ്യാ, പടച്ചോനെ സ്തുതിക്കുക. പിന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വലാത്ത് ചൊല്ലുക. മൂന്നാമത്തത് അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്, തഖ്വ കൊണ്ടുള്ള വസിയത്ത്. നാലാമത്തത് ഖുർആൻ എന്നൊരു ആയത്ത് ഓതുക. അഞ്ചാമത്തത് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ 5 നിർബന്ധ ഘടകങ്ങളാണ് ഖുതുബക്കുള്ളത്. അത് അറബിയിലാവൽ നിർബന്ധമാണ്. ദൂനമാ അദാഹ, അതല്ലാത്തത് ജനങ്ങളുടെ ഭാഷയിൽ നിർവഹിക്കുന്നതിന് ഒരു വിരോധവുമില്ല എന്ന് ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ കാണാം. തുഹ്ഫയിൽ കാണാം, ഷെർവാനിയിൽ കാണാം. അതേപോലെ തന്നെ പല രൂപത്തിലുള്ള കിതാബുകളിൽ നമുക്ക് ഈ വിഷയം കാണാൻ സാധിക്കും. അപ്പൊ അതിന് കണ്ടുപിടിച്ചൊരു മറുപടി എന്താ അറിയോ? കിതാബിൽ ഇപ്പം അങ്ങനെ ഉണ്ട് എന്ന് തെളിഞ്ഞല്ലോ. എന്ത്? നിർബന്ധ ഘടകങ്ങളല്ലാത്ത നിർബന്ധ ഘടകങ്ങളൊക്കെ അറബിയിലാവണമെന്ന് കിതാബിലുണ്ട് എന്ന് സമ്മതിച്ചോ? എന്നാ പിന്നെ അവർക്കുള്ള മറുപടി എന്താണെന്നറിയോ? ഖുതുബ മുഴുക്കേ നിർബന്ധ ഘടകമാണ്, അതിൽ നിർബന്ധ ഘടകമല്ലാത്ത ഒന്നുമില്ല എന്നാണ് പറഞ്ഞു കളഞ്ഞു. നിർബന്ധ ഘടകമല്ലാത്ത ഒന്നും ഖുതുബയിലുള്ള ഒക്കെ നിർബന്ധ ഘടകം തന്നെയാണ്. അതുകൊണ്ട് ഒക്കെ അറബി തന്നെ പറ്റുള്ളൂ. അതാണ് പറഞ്ഞ് നാവുകൾ കൂടിയ പിറ്റത്തെ ലക്കം ഒരു പത്രത്തിൽ മഷി കൊണ്ട് തന്നെ അവരെന്നെ വേറെ എഴുതി വെച്ചു. വരമ്പത്തും തന്നെ കൂലി എന്ന് അറിയും പോലെ ഇവരെന്നെ സമ്മതിക്കണം. എന്താണ്? 1984 മാർച്ച് ലക്കം സുന്നി വോയിസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഖുതുബ അറബിയിലായിരിക്കൽ ഷർത്താണെന്നുള്ള അഭിപ്രായം ഖുതുബയുടെ അർക്കാനുകളെ സംബന്ധിച്ച് മാത്രമാണ്. ആരാ എഴുതുന്നത്? സുന്നി വോയിസ്. ഖുതുബ അറബിയിലായിരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ഖുതുബയുടെ അർക്കാനുകളെ സംബന്ധിച്ച് മാത്രമാണ്. 84 മാർച്ച് ലക്കത്തിൽ ഇറങ്ങിയതാണ്. അപ്പൊ ഖുതുബയ്ക്ക് ഒക്കെ നിർബന്ധ ഘടകങ്ങളേ ഉള്ളൂ, നിർബന്ധമല്ലാത്തതിലൊന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവരെന്നെ അറിയാതൊരു സത്യം എഴുതിപ്പോയി. അൽഹംദുലില്ലാഹ്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഖുതുബയിൽ നിർബന്ധ ഘടകങ്ങളല്ലാത്ത വല്ലതും ഉണ്ടോ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സുന്നത്ത് മാസികയെന്നാണ് ഞാനിപ്പോൾ ഇനി വായിക്കുന്നത്. ഇവിടുന്ന് ഒരാൾ നാട്ടിലേക്ക് എഴുതി ചോദിച്ചൊരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? ഇവിടങ്ങളിൽ ബ്രാക്കറ്റിൽ യു എ ഇയിൽ ജുമാ ഖുതുബക്ക് പ്രത്യേക ശൈലിയാണ്. ഒരു മലയാളി എഴുതി ചോദിക്കുകയാണ് സുന്നത്ത് ഓഫീസിലേക്ക്. ഹംദും സലാത്തും ഒക്കെ പറയുന്നുണ്ട്. ലോക മുസ്ലിം പ്രശ്നങ്ങളാണ് സ്പർശിക്കുന്നത്. അത് നമ്മുടെ ജുമുഅയെ ബാധിക്കുമോ? ഒരാളിപ്പോ ഇവിടെ ഈ പള്ളികളിലൊക്കെ പോയാലും ഏത് പള്ളികളിൽ പോയാലും അന്നത്തെ വിഷയങ്ങളാണ് പറയുള്ളൂ. അപ്പൊ നമ്മളെ ഖുതുബക്ക് ബാധിക്കുക. നമുക്ക് പണ്ട് ഇതിങ്ങനെ നോക്കിയിട്ടുള്ളതല്ലേ പരിചയമുള്ളൂ. ഇവിടെ യു എയിൽ വന്നപ്പോൾ ആദ്യം ഒരു മനുഷ്യനെ എഴുതി ചോദിച്ചാണ് ഇതിന് നമ്മളെ ജുമാനെ ബാധിക്കുമോ? അപ്പൊ ഉത്തരം, ഹംദ് സലാത്ത് ഇവക്ക് പുറമെ തഖ്വ കൊണ്ടുള്ള ഉപദേശം, ആയത്ത് ഓതൽ, ദുആ എന്നീ ഖുതുബയുടെ നിർബന്ധ ഘടകങ്ങൾ കൊണ്ടുവന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മനസ്സിലായി? ഇവരെന്നെ പറഞ്ഞ് നിർബന്ധ ഘടകമല്ലാത്ത ഒന്നും ഖുതുബയിലില്ല.
പിന്നെ ഇപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുത്തപ്പോഴും പറഞ്ഞ് ഈ 5 കാര്യങ്ങൾ അറബിയിൽ തന്നെ പറഞ്ഞ് ബാക്കി മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് അവര് ഏത് കാര്യങ്ങളെ സംബന്ധിച്ച് എങ്ങനെ ഉത്ബോധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഖുതുബനെ അത് ജുമാനെ അത് ബാധിക്കുന്നില്ല. ഇത് 1986 ഫെബ്രുവരി ലക്കം പുസ്തകം 8 ലക്കം 12 പേജ് 14 അതിലുള്ള ഈ 7 നോക്കിയിട്ട് ഖുതുബ ഓതുന്ന സമ്പ്രദായം തന്നെ എന്നാ വന്നതെന്നാ പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ വേറൊരു സുന്നി സംഘടനയുണ്ട്, സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ. അവരുടെ പ്രത്യേകത എന്താണ്? അവര് പറയുന്നത് വെള്ളിയാഴ്ച മൈക്കിയിൽ ഖുതുബ ഓതിയ ഖുതുബ ബാത്തിലാണ്. എന്തൊക്കെ അഭിപ്രായമാണ്! മൈക്കിയിൽ ഖുതുബ ഓതിയ ഖുതുബ ബാത്തിലാണ്. ഇപ്പോഴുണ്ട് നാദാപുരത്തും മരുതയിലുമൊക്കെ പല സ്ഥലങ്ങളിലും 2-3 നിലയുള്ള പള്ളികൾ. താഴത്തുനിന്നിങ്ങനെ ഖതീബ് ഖുതുബ ഓതുണ്ടാവും, മൈക്കിയിലിട്ട് പാടില്ല. 2ാം നിലയിലും 3ാം നിലയിലും കോറിംഗ് കച്ചവടമാണ്, ബിസിനസ്. ആരും കേൾക്കില്ല. എന്താ കാരണം? മൈക്കിയിൽ ഓതിയ ഖുതുബ ബാത്തിലാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഈ വിഷയത്തിൽ. അപ്പൊ അവരുടെ ഒരു പത്രത്തിൽ പറയാണ്, 7 നോക്കി ഖുതുബ ഓതുന്ന സമ്പ്രദായം ഹിജ്റ 302 ഖലീഫ അൽ മുഖ്തദിറുല്ലാഹിയുടെ കാലത്ത് ഈജിപ്തിലാണ് ആദ്യമായി ഉണ്ടായത്. നുസ്റത്തുൽ അനാം എന്ന വാസിക 1987 മെയ് ലക്കം, പുസ്തകം 19 ലക്കം 4 പേജ് 21. അപ്പൊ 7 നോക്കിയിട്ടുള്ള പരിപാടി 302 തുടങ്ങിയത്. എന്ത് കൊല്ലം കുറെ കഴിഞ്ഞിട്ട്, നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്. ഇനി ഉത്തമ നൂറ്റാണ്ട് എന്ന് പറഞ്ഞ നൂറ്റാണ്ടിലൊന്നും ഏർപ്പാടില്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെ പല കൂട്ടരുണ്ട്. ഈ സംസ്ഥാനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമസ്ത തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസത്തിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായതെന്നാണ് 1926 കേരളത്തിൽ ആദ്യമായിട്ടുണ്ടായ പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഇന്നും നദ്വത്തുൽ മുജാഹിദീനിന്റെ പണ്ഡിത സംഘടനയായിട്ട് അറിയപ്പെടുന്ന കേരള ജംഇയ്യത്തുൽ ഉലമയാണ് കേരളത്തിൽ ആദ്യമായിട്ടുണ്ടായിട്ടുള്ള സംഘടന. പക്ഷെ ആൾക്കാർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. ആൾക്കാരെന്താ പറയാ, നിങ്ങൾ പുത്തൻവാദികളാണ്, നിങ്ങൾ മുമ്പുണ്ടായ, ഞങ്ങളവിടെ പഴയവർ. ഇവിടെ പഴയ സംഘടന ഏതാണ്? കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന് തെറ്റിത്തിരിഞ്ഞിട്ടാണ് വേറൊരു കൂട്ടർ വേറൊരു പാർട്ടി ഉണ്ടാക്കി. അപ്പൊ രജിസ്ട്രേഷൻ കിട്ടാൻ നോക്കുമ്പോ കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള പേരിൽ മുമ്പേ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ അതിനെന്തിട്ടണം? അപ്പൊ പേരൊന്ന് മാറ്റണം. അങ്ങനെയല്ല, പാർട്ടി വളരുമ്പോ പിന്നെ കൊടിയും ചിഹ്നമൊക്കെ മാറുമ്പോ പ്രശ്നമാവും. പിന്നെ A മുതൽ Z വരെയുള്ള പേരാണ് ചേർക്കലാണ്. ഇവരെന്ത് ചെയ്തു? സമസ്താൻ ആദ്യം ചേർത്തിട്ട് രജിസ്ട്രേഷൻ നടത്തി. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതാണിപ്പോ എത്രാം വാർഷികം ആഘോഷിച്ചത്? അറബിക്കടലിന്റെ തീരത്ത് അവിടെ വെച്ചും ശേഖന പറഞ്ഞ എന്താണ്? അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതുന്നവന്റെ പള്ളിയിൽ പോകുന്നത് ഹറാം ആണ്. അങ്ങനെ തന്നെ പറഞ്ഞു. പത്രങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ വായിച്ചു, എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു. ജുമാ ഖുതുബ പരിഭാഷ നടത്തുന്ന ആളുകളെ ശൈഖുന കണക്കിന് കളിയാക്കിയെന്നാണ് പത്രം കൊടുത്ത റിപ്പോർട്ട്. ആരെയായി കളിയാക്കുന്നത്? ആരെയാ കളിയാക്കുന്നത്? മുസ്ലിം കേരളത്തിന്റെ ചരിത്രമെങ്കിലും സാധാരണക്കാർ പഠിക്കേണ്ടതല്ലേ? മുസ്ലിം കേരളത്തിൽ ഖുതുബ പരിഭാഷ നടത്തിയിരുന്ന ആലിമീങ്ങളുണ്ടായിരുന്നു എന്ന് നദ്വത്തുൽ മുജാഹിദീനൊക്കെ പള്ളികൾ ഉണ്ടാകുന്നതിന്റെ മുമ്പ് മുസ്ലിം കേരളത്തിൽ ഖുതുബ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു. ആദ്യമായി കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പള്ളിയാണ് കൊടുങ്ങല്ലൂരിലെ പള്ളി. കൊടുങ്ങല്ലൂരിലെ പള്ളിയിൽ ഇന്നും ഖുതുബ നടക്കുന്നത് ഏത് ഭാഷയിലാണ്? മലയാളത്തിലാണ് ഖുതുബ. മുജാഹിദിന്റെ പള്ളിയാ? അല്ല, അത് സുന്നികളുടെ പള്ളിയാണ്. ആ പള്ളിയിലേക്ക് ഒരു ഖത്തീബ് രാജിവെച്ചു പോയാൽ, അല്ലെങ്കിൽ ഒരു ഖത്തീബ് ഒഴിവായി പോയാൽ, പിറ്റേ ദിവസം ഖത്തീബിനെ കിട്ടാൻ വേണ്ടി പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോൾ എന്താ പറയലെന്നറിയോ? കൊടുങ്ങല്ലൂരിലെ പ്രശസ്തമായ ചിരപുരാതനമായ പള്ളിയിൽ വെള്ളിയാഴ്ച ഖുതുബ മാതൃഭാഷയിൽ നിർവഹിക്കാൻ കെൽപ്പുള്ള സുന്നി പണ്ഡിതനെ ആവശ്യമുണ്ട് എന്ന് ആ പത്രത്തിൽ പരസ്യം കൊടുക്കല് വായിക്കാറുണ്ടോ? സുന്നി പണ്ഡിതനെ ആവശ്യമുണ്ട്. അപ്പൊ കൊടുങ്ങല്ലൂരിൽ ആ പള്ളിയിൽ ഇന്നും ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, ആദ്യം സ്ഥാപിച്ചത് മാലിക് ദീനാറും 12 ആളും വന്നിട്ട് സ്ഥാപിച്ച കൊടുങ്ങല്ലൂരിലെ പള്ളി ഇന്നും ഏത് ഭാഷയിലാണ്? മലയാളത്തിലാണ് ഖുതുബ. കേരളത്തിലെ ഒരുപാട് ആലിമീങ്ങൾ അങ്ങനെ ചെയ്തു. ഈ വിഷയത്തിൽ സമസ്തയിൽ നിന്ന് ഒരുപാട് ആലിമീങ്ങൾ തെറ്റിപ്പോയി. സമസ്ത പലതായി. AK അല്ല ഞാൻ പറയുന്നത്, അതിന്റെ മുമ്പ് പലതായിട്ടുണ്ട്. സംസ്ഥാനക്കാർ ഒരു മൈക്കിയിൽ ഖുതുബ ഓതുന്ന പോലെ ഞങ്ങളില്ല, നിങ്ങളത് ശരിയല്ല. വേറൊരു കൂട്ടർ പറഞ്ഞത് ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നതിന് യാതൊരു വിരോധമല്ല എന്നാണല്ലോ നമ്മൾ തന്നെ കിതാബിലുള്ളത്, പിന്നെന്തിനാ നമ്മളിത് ഹറാമാക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചിട്ട് വേറൊരു പാർട്ടി ഉണ്ടായി. അതാണ് ജംഇയ്യത്തുൽ ഉലമാ സുന്നിയീൻ. സുന്നി ഒരുപാട് സുന്നികളുണ്ട്. അപ്പൊ അവർ വേറെ തെറ്റി. അതിന്റെ ഒരു പണ്ഡിതൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ഷാഫി മദ്ഹബിലെ തന്നെ സുന്നികളിൽ നിന്ന് തന്നെ വിഘടിച്ചു പോയ ഒരു സംഘടനയുടെ ഒരു പണ്ഡിതൻ എഴുതിയ പുസ്തകത്തിൽ അതിന്റെ 116 പേജിൽ നിന്നാണ് ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നത്. മുസ്ലിം കേരളത്തിന്റെ ചരിത്രം അദ്ദേഹം പറയണം. എന്താ പറയുന്നത്? സുഹൃത്തുക്കളെ, അയാൾ പറയാണ്, 1915 തിരൂരിലുണ്ടായിരുന്ന ദീനുൽ ഇസ്ലാം സഭാ മാനേജർ വൈലത്തൂർ ഞവനേക്കാട് മൂലയിൽ മൊയ്തീൻ മൗലവി എന്നാൾ നബാത്തിയ ഖുതുബ തർജമ ചെയ്ത് ഖുതുബയുടെ ഫർളല്ലാത്ത ഭാഗം ശ്രോതാക്കൾക്ക് തിരിയുന്ന മലയാളത്തിൽ പറഞ്ഞു ഗ്രഹിപ്പിക്കൽ അനിവാര്യവും ആവശ്യവുമാണെന്ന് സർവസമ്മതരായ അന്നത്തെ 40 ആലിമീങ്ങൾ സമ്മതപത്രം എഴുതി ഒപ്പിട്ടു. 1916
തിരൂരിൽ വെച്ച്, അതായത് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് നിലനിൽക്കുന്ന കാവുങ്ങപ്പറമ്പിൽ സ്ഥാപിച്ചിരുന്ന കല്ലത്തിൽ നിന്നും അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തിയ അറബി മലയാള തർജ്ജമ ഇന്നും പലരുടെ കയ്യിലുമുള്ളത് എന്റെ കയ്യിലുമുണ്ട് എന്ന് അദ്ദേഹം പറയും. 915-16 ഇന്നത്തെ നബാത്തി കുത്തുബക്ക് ഒരു പരിഭാഷ ഉണ്ടാക്കിയിട്ട് എല്ലാ പള്ളികളിലേക്കും ഒരു വിതരണം ചെയ്തു. എന്തിന്? ഇനി എല്ലാവരും ഇത് നോക്കിയിട്ട് പറയണം, പറമെന്ന് പരിഭാഷ പറയണം. 40 ആലിമീങ്ങൾ അന്നതിന് ഒപ്പിട്ടു. 40 ആലിമീങ്ങൾ ഒപ്പിട്ടു. 947 വരെ കേരളക്കരയിൽ ഈ കാര്യം നടന്നു പോയിട്ടുണ്ട്. കേട്ട് ഇയാൾ പറയണ്ടേ ഈ പുസ്തകത്തിന്റെ 123-ാം പേജിൽ, സുഹൃത്തുക്കളെ, സമസ്ത ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന സ്ഥാപിതമായത് 1926-ലാണ്. ഇതിന്റെ എല്ലാ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മലബാറിൽ പലയിടത്തും നിരാക്ഷേപകരമായി നബാത്തി ഖുത്ബയുടെ പരിഭാഷ പറഞ്ഞു വന്നിരുന്ന വസ്തുത പഴയ തലമുറയിലെ പണ്ഡിതാഭിപ്രായങ്ങളിൽ നിന്നും നിഷ്കളങ്കരായ ഒട്ടധികം പ്രായം ചെന്നവരിലെ ചരിത്ര പഠനങ്ങളിൽ നിന്നും നിഷ്പക്ഷമതികൾക്കറിയാവുന്നതാണ്. കേരള മുസ്ലിം ചരിത്രം കുറിക്കുന്ന ചരിത്രപ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ വലിയ ജുമാഅത്ത് പള്ളി, മണ്ണാർക്കാട് പഴയ പള്ളി, മഞ്ചേരി വലിയ പള്ളി, പാണ്ടിക്കാട് പഴയ പള്ളി, കൊടിയത്തൂർ പഴയ പള്ളി, എടവണ്ണ കാരക്കുന്ന് പഴയ പള്ളി തുടങ്ങിയ മലബാറിന്റെ പല ഭാഗത്തും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മാതൃഭാഷയിൽ നിരാക്ഷേപമായി ഖുത്ബ നടത്തി വന്നിരുന്നു. ജനമധ്യേ അള്ളാഹുവിന്റെ വലിയാണെന്ന് വിശ്വസിച്ചിരുന്ന മഹാനായ പള്ളിപ്പുറം യൂസുഫ് മുസ്ലിയാർ മലപ്പുറം വലിയ പള്ളിയിൽ മുദരിസായിരുന്ന കാലത്ത് മലയാളത്തിൽ ഖുത്ബ പരിഭാഷ നടത്തിയിരുന്നതും പ്രോത്സാഹിപ്പിച്ചിരുന്നതും അവിടത്തുകാർ പറയുന്നു. കട്ടിലശ്ശേരി ആലി മുസ്ലിയാർ മലയാളത്തിൽ ഖുത്ബ നടത്തിയിരുന്നതായി അനുഭവസ്ഥർ പറയുന്നു. നമ്മുടെ സദഖത്തുല്ലാ മുസ്ലിയാരുടെ മൂത്താപ്പ കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ കോടൂർ വടക്കമണ്ണ മുദരിസായിരുന്ന കാലത്ത് മലയാളത്തിൽ ഖുത്ബ പറഞ്ഞു കൊടുത്തിരുന്നുവെന്ന് അവിടത്തുകാർ പറയുന്നു. വാഴക്കാടിനടുത്ത് ചാലിയപ്പുറം സ്വദേശിയും സുമാർ 100 വർഷം മുമ്പ് വാഴക്കാട് മുദരിസുമായിരുന്ന വലിയ മമ്മൂട്ടി മുസ്ലിയാർ കൊടിയത്തൂരും വാഴക്കാട്ടും ഖുത്ബ മലയാളത്തിൽ ഗ്രഹിപ്പിച്ചിരുന്നതായി അവിടത്തുകാരും പറയുന്നു. തിരൂരങ്ങാടി ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി വാഴക്കാടിന് ശേഷം രണ്ടാമതായി സ്ഥാപിച്ച മദ്രസ ഇന്നും കൊടിയത്തൂര് നടന്നു വരുന്നു. അദ്ദേഹം ഖുത്ബ പരിഭാഷ നടത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായി അവിടത്തുകാരും പറയുന്നു. എന്നിങ്ങനെ കുറെ ആലിമീങ്ങളുടെ പേര് ഇദ്ദേഹത്തിനെടുത്ത് പറയുന്നുണ്ട്. പിന്നെ എന്നാണ് തുടങ്ങിയത്? 1947 സമസ്തക്കാർ ഫറോക്കിൽ വെച്ചൊരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ ഫറോക്കിലെ മീൻചന്തയിൽ വെച്ചൊരു പ്രമേയം പാസാക്കി. ആ പ്രമേയത്തിൽ പറഞ്ഞുകൊണ്ട് ഖുത്ബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നത് അന്ന് ഹറാമാന്ന് പറഞ്ഞില്ല. അതുവരെ നല്ലതിനെതിരാന്ന് പറഞ്ഞിട്ട് അന്ന് പറഞ്ഞു ബിദഅത്ത് മുൻകറത്താണ്, കാരണം വെറുക്കപ്പെടുന്ന വിദേഹത്താണ്. പിന്നെ അതിൽ നിന്നും കടന്ന് ഹറാമാണ് എന്ന് പറഞ്ഞു. എത്രത്തോളം ഞാൻ തന്നെ പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ട്. പല ആലിമീങ്ങളും പറയുന്നുണ്ട് വെള്ളിയാഴ്ച അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടത്തുന്ന പള്ളികളിൽ പോയി ഖുത്ബക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അങ്ങാടിയിൽ വീടിക്കുറ്റിയും പെറുക്കി നടക്കലാണ് എന്ന് പ്രസംഗിച്ചു. എത്രയോ ആളുകൾ അത്രമാത്രം ഇതൊരു വൃത്തികേടായിട്ടും ഹറാമായിട്ടുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആലിമീങ്ങൾക്കൊക്കെ അറിയാം. KV മുഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം വരെ ഖുത്ബ പരിഭാഷ നടത്തിയിട്ടുണ്ട്. ഇതാരാ പറഞ്ഞത്? ഇത് നമ്മോട് ആരാ പറഞ്ഞു തന്നത്? KVയും മുമ്പ് ഖുത്ബ പരിഭാഷ നടത്തിയിരുന്നു. ആരാ നമുക്ക് പറഞ്ഞു തരുന്നത്? മരിച്ചുപോയ പണ്ഡിതനുണ്ട് EK ഹസൻ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തുൽ ഖുർആൻ എന്ന പുസ്തകത്തിന്റെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ അതിന്റെ പേജ് 51-52 KVക്കും ഇക്കാര്യത്തിൽ തികഞ്ഞ പങ്കാളിത്തം മുമ്പുണ്ടായിരുന്നില്ലേ എന്ന് വെട്ടി തുറന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല അടുത്ത് മൺമറഞ്ഞ ചിലർ ഖുത്ബ പരിഭാഷ ചെയ്തു പോന്നിരുന്നു എന്ന് ഈ പുസ്തകത്തിന്റെ 43-ാം പേജിൽ ഹസൻ മുസ്ലിയാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ 47-ൽ ഇങ്ങനെ പറഞ്ഞു വന്നതല്ലാതെ അതിനു മുമ്പ് ഈ വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. ഖുത്ബ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിർവഹിക്കുകയും ജനങ്ങൾക്ക് മതകാര്യങ്ങൾ പഠിക്കാൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാമെന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്താണ് ഇത് ഹറാമാക്കലും ഏതൊക്കെയോ പ്രശ്നങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ ഈ പ്രശ്നങ്ങൾ 47-ന് ശേഷം ഇങ്ങനെ ഹറാമാക്കിയപ്പോൾ ഈ പ്രശ്നത്തിൽ കൊടുമ്പിരിക്കൊണ്ട ചർച്ചകൾ നടന്നു. അങ്ങനെ പല പള്ളികളിലും പ്രശ്നമായപ്പോൾ കേസ് കോടതിയിലെത്തിയപ്പോൾ പല സ്ഥലങ്ങളിലും കിതാബുകൾ വെച്ചുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വക്കീലന്മാർ വാദിച്ചു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ കാരക്കുന്ന് പള്ളി, എടവണ്ണയിലെ കാരക്കുന്ന് പള്ളിയുടെ വിഷയത്തിൽ തിരൂരിലെ മുൻസീഫ് കോർട്ടിൽ വെച്ചൊരു കേസ് നടന്നു. ആ കേസ് നടക്കുമ്പോൾ അന്ന് ഈ വിഷയത്തിൽ ഞാനിപ്പോ പറഞ്ഞില്ലേ, ഖുത്ബയിൽ അർക്കാനല്ലാത്ത നിർബന്ധ ഘടകങ്ങളല്ലാത്ത ഒന്നുമില്ല, ഒക്കെ നിർബന്ധ ഘടകങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്ന അന്നത്തെ ആലിമീങ്ങൾ തന്നെ അവിടുത്തെ ജഡ്ജിയുടെ മുമ്പാകെ വക്കീലിന്റെ മുമ്പാകെ സമ്മതിച്ചു. തിരൂര് മുൻസീഫ് കോർട്ടിലെ ഫയൽ തെരഞ്ഞു നോക്കി അന്നും കാണാൻ സാധിക്കും ഖുത്ബയിൽ നിർബന്ധ ഘടകങ്ങളല്ലാത്തതും ഉണ്ട് എന്ന് അവരെന്നെ അവിടുന്ന് സമ്മതിച്ചു. അങ്ങനെ പല രൂപത്തിലും പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ. അങ്ങനെ സമസ്തയുടെ തന്നെ സുന്നികളിൽ എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഇന്നും പരിഭാഷ നടത്തുന്നുണ്ട്. നിങ്ങൾക്കറിയില്ലേ, മഞ്ചേരി
മഞ്ചേരി കച്ചേരിപ്പടിക്കലുള്ള ഒരു പള്ളിയുണ്ട്. ഇന്നും നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പോകാൻ സാധിച്ചെങ്കിൽ ഒന്ന് പോയി നോക്ക്. അത് മുജാഹിദിന്റെയോ ജമാഅത്തുകാരന്റെയോ പള്ളിയല്ല, സുന്നികളുടെ പള്ളിയാണ്. അവിടെ ഇന്നും ഖുതുബ ഏത് ഭാഷയിലാ? മലയാളത്തിലാണ്. ഇവിടെ മഞ്ചേരിയിലുള്ള പള്ളി. കേരളത്തിൽ എത്രയോ പള്ളികൾ, ഡസൻ കണക്കിന് മുജാഹിദുകളുടേതല്ലാത്ത സുന്നികളുടെ തന്നെ പള്ളിയിൽ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ ഇന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ 47 ഹറാമാക്കിയപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ ഇപ്പൊ 47 മീൻചന്തിയിൽ ജിബിരിയിൽ ഇറങ്ങിയോ എന്ന് ചോദിച്ചു. ഇവരും മാറിയതാ. ജിബിരിയിൽ ഏതായാലും മീൻചന്തിയിൽ ഇറങ്ങൂല എന്ന് പറഞ്ഞിട്ട് കുറച്ചാൾക്കാരൻ മാറിയെന്ന്. അവരുടെ കൂട്ടത്തിൽ തന്നെ ആലിമീങ്ങൾ ഖുതുബ പരിഭാഷ നടത്താൻ തുടങ്ങി. എത്രത്തോളം രസകരമായ അനുഭവങ്ങൾ. ഒരു സ്ഥലത്ത് ഖുതുബ പരിഭാഷ വേണോ വേണ്ടേ എന്നിട്ട് തർക്കായി എന്നല്ല, ആലിമീങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമൊക്കെയായി അവസാനം പള്ളി രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗിച്ചു കൊടുത്ത് മുജാഹിദീങ്ങൾ ഒരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കി. അവിടെ ഖുതുബ മലയാളത്തിൽ നടക്കുന്നു. ഇങ്ങേപ്പുറത്ത് തർക്കമൊക്കെ തീർന്ന പഴയ പള്ളിയിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മൊയ്ലിയർ. ഖുതുബ അങ്ങനെ നടത്തിയപ്പോൾ അടുത്തുണ്ടാകുമ്പോ 1 കൊല്ലം മുമ്പാണ് ഓർമ്മ. ഖുതുബ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ മൂപ്പരെ കയ്യിൽ ഈ വാളുണ്ടാവുമല്ലോ, ഇതാണ് താഴത്തേക്ക് വീണ്. ഇങ്ങനെ ഏട് നോക്കിയിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഏട് മറിക്കണിന്റെ അടിയിൽ ഈ വാളിങ്ങനെ കുറച്ചിട്ട് കൈയും താഴ്ത്തിക്കാണ് വേണം. അതിൻ്റെ എടുത്തോ പറഞ്ഞു. മലയാളത്തിലല്ലേ അതൊരു സംഭവം. അതങ്ങനെ ഒതുങ്ങിപ്പോയി. വേറൊരു സംഭവം എന്താ? ഇയാൾ ഇങ്ങനെ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ കുട്ടികൾ വല്ലാണ്ട് ബഹളം കൂട്ടുക, ഭയങ്കര ബഹളം. ആര് പറഞ്ഞിട്ട് നിൽക്കില്ല. ഇയാൾ ഇങ്ങനെ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഇതിങ്ങനെ നിർത്തിയിട്ട് പതുക്കാൻ കൂട്ടിയിട്ടുണ്ട്. മിണ്ടാണ്ടിരിക്കടാ അവിടെയെന്ന് ഉണ്ടായ സംഭവമാണ് നമ്മൾ കേരളത്തിൽ. മിണ്ടാണ്ടിരിക്കടാ അവിടെയെന്ന് പറഞ്ഞു. എന്റെ ഓർമ്മ സ്ഥലത്തിന് പേര് തമ്പുരാട്ടിക്കല്ല് എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലാണ്. അവിടെ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ മിണ്ടാണ്ടിരിക്കടാ അവിടെയെന്ന്. അതങ്ങനെയാണ് കഴിഞ്ഞു. ഖുതുബാണ് കഴിഞ്ഞ്, നിസ്കാരം കഴിഞ്ഞു, പള്ളിയിലാകെ ബഹളം. എന്തിനാ ഇപ്പൊ നമ്മൾ പള്ളി രണ്ടാക്കിയത്? നമ്മളിപ്പോ ഈ പള്ളി നമുക്ക് വിട്ട് മറ്റവർക്ക് വേറെ സ്ഥലം കൊടുത്ത് പള്ളി കഴിച്ചാൽ അനുവാദം കൊടുത്ത് തർക്കം എന്തിനായിരുന്നു? നമ്മളെന്തിൽ ബിംബറമെന്ന് മലയാളം പറയാൻ പറ്റുമല്ലേ എന്നല്ലേ പ്രശ്നം. ഇപ്പൊ നമ്മളെ വൈകുന്നേരം എന്താ ചെയ്തത്? കുട്ടികൾ വർത്താനം പറഞ്ഞപ്പോ അൻസിത് നല്ല പറയേണ്ടിയിരുന്നത്, അൻസിത് നല്ല പറയേണ്ട അറബിയിൽ മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞ എന്തിനാ? അപ്പൊ പിന്നെ എന്താ ഇപ്പൊ മറ്റൊരു ചെയ്ത തെറ്റ്? ഞങ്ങൾ അങ്ങോട്ട് പോവുക, ഒരു ഈ ഭാഗമാണ് ഇവിടെ ഉണ്ടായതാണ്. ആൾക്കാരെ ഈ പ്രശ്നമായപ്പോ അമ്മയിലെ അടുത്ത ആഴ്ച അവിടുന്ന് രാജിച്ചു പോവുകയും ചെയ്തു. എനിക്കാവില്ല അതൊരു പ്രശ്നം തീർക്കാൻ. പിന്നെ ഇതൊരു പ്രത്യേക കാര്യത്തിൽ ഇത് പറയില്ലാതെ എന്താ ചെയ്യാന്ന് മൂപ്പര് ചോദിച്ചു. സാധു വേറെന്താ ചെയ്യാ? അപ്പൊ ഈ രൂപത്തിൽ ആളുകൾ ഇങ്ങനെയൊക്കെ ഈ വിഷയത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ വിഷയത്തിൽ ജനങ്ങളുടെ ഒഴുക്ക്, മുജാഹിദ് പള്ളികളിലേക്ക് ജനങ്ങൾ ഒഴുകാൻ തുടങ്ങിയപ്പോ തടയിടാൻ വേണ്ടി ഒരൊറ്റ വഴിയെ കണ്ടുപിടിച്ചത് 3 പടി അങ്ങോട്ട് മേലെന്ന് നടത്തുന്നത് താഴെന്ന് പറയാം. അപ്പൊ അവിടെ എത്തി. വെള്ളിയാഴ്ച ജുമാ ഖുതുബന്റെ ശേഷം നടത്തി നോക്കി, ആൾക്കാരെ കിട്ടുന്നില്ല, ആൾക്കാരൊക്കെ പോയി. അപ്പൊ പുതിയൊരു ഖുതുബ ഉണ്ടാക്കിയത് ആൾക്കാരിങ്ങനെ വന്ന് ഏതായാൽ നിൽക്കാരം കഴിയാതെ പോകില്ലല്ലോ. അപ്പൊ ഖുതുബ തുടങ്ങുന്നതിന്റെ മുമ്പ് ഒരു തറപ്രസംഗം. അപ്പൊ അതാണ് മുജാഹിദ് പള്ളിയിലോടത്തൊക്കെ സുന്നിയുള്ള പള്ളിയിൽ എന്ത് കേൾക്കാം? സമസ്തക്കാരുടെ പള്ളിയിൽ നീണ്ട വയല്. അപ്പൊ എന്താ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നു? ഞങ്ങൾ ആ പള്ളിയിലേക്ക്. എന്താ അവിടെ പോയാൽ എന്തായാലും പഠിക്കാം, കഴിഞ്ഞാൽ പടിയുണ്ട് പഠിക്കാൻ. നമ്മളും തുടങ്ങിയിട്ടുണ്ട് തറന്നൊരു പ്രസംഗം. ഇത് ഈ തറ ഒഴിവാക്കിയിട്ട് ഒരു 3 പടിയാണ് കയറി നിന്നാൽ നമ്മൾ തമ്മിലുള്ള തർക്കം തീരുകയും ചെയ്തു. പ്രശ്നമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പക്ഷേ അതില്ലാതിരിക്കല ഒരു കണക്കിന് നല്ലത്. ഒരു കണക്കിന് അതാണ് നല്ലത്. കാരണം ഈ മിമ്പറമെന്നതൊക്കെ പറഞ്ഞിരിപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് മറുപടി പറയാൻ പോകാൻ പറ്റുമോ? നമുക്ക് പിന്നെ ഖുതുബ നടത്തണ്ടേ? അവിടെ ഖുതുബ നടത്തുമ്പോൾ ഇയാൾ എന്തൊക്കെ പറയുന്നത് കേൾക്കാൻ പോകാൻ നമുക്ക് നേരണ്ടാവും. ഇത് അറബി തന്നെ പറഞ്ഞോട്ടെ, അറബി തന്നെ ആയിക്കോട്ടെ. പക്ഷേ കാലക്രമേണ ജനങ്ങൾ വിടുന്നു നമ്മളാരും വിചാരിക്കേണ്ട. മാറ്റം വരും. മാറ്റം വരാതിരിക്കില്ല. ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കും സമസ്തക്കാരുടെ പള്ളികളിൽ. കാത്തിരുന്നോളിങ്ങൾ ആയുസുള്ളവർക്ക് ഇങ്ങനെ കാണാം. എന്തായത് തുടക്കം? പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകൽ ഹറാമോട് ഹറാമല്ലേ? അല്ലേ? ഹറാമോട് ഹറാമായിരുന്നു. ഇപ്പൊ എന്താ? ഇപ്പോ നേരിട്ടാൻ പള്ളികൾക്ക് കൊണ്ടുപോകാനൊരു മടി. എന്താ കാരണം? പണ്ട് പറഞ്ഞുപോയി. ഇപ്പൊ അതിനുള്ള തുടക്കം കുറിക്കാണ്. എങ്ങനെ തുടക്കം? തമ്മി തെറ്റിയാണ്ടല്ലോ. നിങ്ങളെ വിളിച്ചോ എന്ന് ആദ്യം ചോദിക്കൽ. വിളിച്ചിട്ടൊന്നുമില്ല. വിളിച്ചോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ കേട്ടമാതിരി ഇങ്ങനെ തോന്നുക. എന്തിനാട് വരാനാണ്. അപ്പൊ ഇതേമാതിരി ഇപ്പൊ എന്താ പരിപാടി കണ്ടുപിടിച്ച്? ഇപ്പതാ വമ്പിച്ച ഖേദപ്രകടനം. വിമാനത്താവളങ്ങളും മഹാന്മാരുടെ മക്ബറകൾ, ആസ്പത്രികൾ, അവിടേക്കൊക്കെ പോകുന്ന മുസ്ലിം സഹോദരിമാർക്ക് നിസ്കരിക്കാൻ ടൗണുകളിലെ പള്ളികളിൽ സൗകര്യമില്ലാത്തത് കൊണ്ട് നിസ്കാരം ഖളാ ആകുന്നു. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർക്ക് നിസ്കരിക്കാൻ ടൗണുകളിൽ പ്രത്യേകം പ്രേയർ ഹാളുകൾ, പള്ളിന്നപ്പോഴും പറയുന്നില്ല. നിങ്ങൾ എന്തോ